വഖഫ് ബില്ലിനെ പിന്തുണച്ച് വോട്ട് ചെയ്യണമെന്ന കെസിബിസി നിലപാടിനെ സ്വാഗതം ചെയ്ത കേന്ദ്ര സർക്കാർ സങ്കുചിത താൽപര്യങ്ങൾ മാറ്റിവെച്ച് കെസിബിസി നിലപാടിനെ പിന്തുണയ്ക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാ എംപിമാരും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടു. വഖഫിലെ ഭരണഘടനാ വിരുദ്ധ നിലപാടിനെതിരെയാണ് കെസിബിസി എന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. മുനമ്പം ഭൂമി പ്രശ്നം മുൻനിർത്തിയാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതി കേരളത്തിലെ എല്ലാ എംപിമാരോടും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ജനപ്രതിനിധികളുടെ കടമയാണെന്നും കെസിബിസി ഓർമ്മപ്പെടുത്തുന്നു. കെസിബിസിയുടെ ഈ നിലപാടിനെയാണ് കേന്ദ്ര സർക്കാർ പിന്തുണച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും കിരൺ റിജിജുവും കെസിബിസി നിലപാടിനെ പ്രശംസിച്ച് ഇന്ന് രംഗത്തു വന്നു. ഏപ്രിൽ 4-ാം തീയതിയാണ് പാർലമെന്റിന്റെ സമ്മേളനം അവസാനിക്കുന്നത്. അതിനു മുൻപായി വഖഫ് നിയമ ഭേദഗതി ബിൽ പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ എതിർക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇടതുപക്ഷത്തിന്റെ നിലപാട് ബില്ലിനെ എതിർക്കുക എന്ന സമീപനമാണ്. ഈ സാഹചര്യത്തിൽ കെസിബിസി നിലപാട് സംസ്ഥാനത്തു നിന്നുള്ള എംപിമാരെ വെട്ടിലാക്കുന്നതാണ്. മുനമ്പം ഭൂമി പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സാക്കണമെന്നാണ് കെസിബിസി പറയുന്നത്. അതിനാൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്നും കെസിബിസി പറയുന്നു. മുനമ്പത്തെ തീരദേശ ജനത 160ഓളം ദിവസമായി വഖഫിന്റെ അന്യായമായ അവകാശവാദത്തിനെതിരെ സമരരംഗത്താണ്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ നിയമം പാസ്സാകേണ്ടത് അനിവാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ വഖഫ് ഭേദഗതി നിയമ ബില്ലിനെ അനുകൂലിക്കണമെന്ന കെസിബിസി നിലപാട് ശ്രദ്ധേയമാകുന്നത്. ഷെഗീന ന്യൂസ് ബ്യൂറോ, ദില്ലി.